കൂട്ടുകാരെ, 2ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോയാണ് ഇത്. ഈ പാർട്ടിൽ നമ്മളിതിലെ അടുത്ത സ്റ്റോറിയാണ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ സ്റ്റാർ ഇൻ ദ ജാർ എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ സ്റ്റോറി നോക്കിയിരുന്നു. ഈ പാർട്ടിൽ റീഡ് ആൻഡ് റിജോയ്സിലുള്ള ദ ഫ്രണ്ട് ഫ്രം മാർസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ ഫ്രണ്ട് ഫ്രം മാർസ്, ഫ്രണ്ട് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഫ്രം മാർസ്. മാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് കേട്ടോ. മറ്റൊരു പ്ലാനറ്റ് ആണ്, നമ്മുടെ ഭൂമി പോലെ, നമ്മുടെ എർത്ത് പോലെ മറ്റൊരു പ്ലാനറ്റ് ആണ് ഇതെന്ന് പറയുന്നത് മാർസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ചൊവ്വ എന്ന് പറയും. അപ്പോൾ ഈ മാർസിൽ നിന്ന് വന്ന ഫ്രണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ദ ഫ്രണ്ട് ഫ്രം മാർസ്, ചൊവ്വയിൽ നിന്നും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നൊക്കെ നമുക്കതിൻ്റെ അർത്ഥം കാണാം. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നോക്കി ആരൊക്കെയുണ്ട്? ഒരു കുട്ടിയുണ്ട് അല്ലേ, ഒരു കിഡുണ്ട്, പിന്നെന്താണ് ഒരു ഏലിയനെ പോലെ ഒരാളുണ്ട് അല്ലേ, പിന്നെന്താണ് ഒരു റാബിറ്റ് ഉണ്ട്, ഒരു മങ്കി ഉണ്ട്, പിന്നെന്താണ് ഇവിടെ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട്. നമ്മൾ പറക്കം തളിക എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു വാഹനം അവിടെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. നമുക്കിനി സ്റ്റോറി നോക്കാം. ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? നമ്മുടെ മങ്കിയും റാബിറ്റും ആണ് ഉള്ളത്. അപ്പോൾ എന്താ, നമുക്ക് സ്റ്റോറി നോക്കാം. സൂം. അപ്പോൾ ആദ്യം എന്താണ്? ഒരു ശബ്ദമാണ് തന്നിരിക്കുന്നത്. സൂം എന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ മങ്കി എന്താ പറയുന്നത്? വാട്ട്സ് ദാറ്റ് സൗണ്ട്? എന്താണ് ആ ശബ്ദം? അപ്പോൾ റാബിറ്റിന് മറുപടി പറയാൻ നോക്കൂ. ലുക്ക്, സംതിങ് ഈസ് കമ്മിങ് ഡൗൺ. നോക്ക്, എന്തോ ഒന്ന് താഴേക്ക് വരുന്നു. സംതിങ് ഈസ് കമ്മിങ് ഡൗൺ അല്ലേ, എന്തോ ഒന്ന് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നുണ്ട്. An eagle fell down, its wings were burnt. The monkey and the rabbit rushed to the eagle. An eagle fell down. ഒരു ഈഗിൾ എന്ത് ചെയ്തു? താഴെ വന്ന് വീണു. ഈഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരുന്താണ് അല്ലേ. ഒരു പരുന്ത് എന്ത് ചെയ്തു? താഴെ വീണു. ഇറ്റ്സ് വിങ്സ് വെയർ ബേൺഡ്. അതിൻ്റെ വിങ്സ്, അതിൻ്റെ ചിറകുകൾ എന്തോ ചെയ്തിട്ടുണ്ട്? ബേൺ ആയിട്ടുണ്ട്, കരിഞ്ഞിരിക്കുകയാണല്ലേ. ദ മങ്കി ആൻഡ് ദ റാബിറ്റ് റഷ്ഡ് ടു ദ ഈഗിൾ. മങ്കിയും നമ്മുടെ റാബിറ്റും അല്ലേ, നമ്മുടെ കുരങ്ങനും മുയലും കൂടെ എവിടേക്ക് പോയി? ഈഗിളിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അതുകൊണ്ട് ഈഗിൾ വന്ന് വീണ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? തട്ട് തട്ട് എന്നൊരു സൗണ്ടോട് കൂടി ഈഗിൾ വന്ന് താഴെ വന്ന് വീണു. വാട്ട് ഹാപ്പൻഡ്? എന്തു പറ്റി? എ ബേർഡ് ഈസ് ഡെയർ. അപ്പോൾ ഈഗിൾ എന്താ പറയുന്നത്? എ ബിഗ് ബേർഡ് ഈസ് ഡെയർ. അവിടെ ഒരു വലിയ പക്ഷിയുണ്ട്. ഇൻ ദ സ്കൈ, എവിടെ? ആകാശത്തിൽ. ഫയർ കെയിം ഔട്ട് ഫ്രം ഇറ്റ്സ് മൗത്ത്. അതിൻ്റെ മൗത്തിൽ നിന്ന്, അതിൻ്റെ വായിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരുന്നു? ഫയർ വരുന്നു, തീ വരുന്നു അല്ലേ. ഇറ്റ് ബേൺഡ് മൈ വിങ്സ്. അതിൻ്റെ വായിൽ നിന്ന് വന്ന തീ എന്തോ ചെയ്തു? എൻ്റെ ചിറകിനെ കരിച്ചു കളഞ്ഞു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈഗിള് പറയുന്നത്. അതാണ്ടിയ വീണ്ടും ആ ശബ്ദം കേൾക്കുകയാണ്. സൂം എന്നുള്ള ശബ്ദം അല്ലേ, ഭയങ്കരമായിട്ട് ആ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ റാബിറ്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കമ്മിങ് ക്ലോസർ, റൺ റൺ. അത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരികിലേക്ക്. അതിങ്ങനെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റൺ റൺ, ഓട്. The rabbit hopped over the grass. The monkey climbed up a big tree. The rabbit hopped over the grass. അപ്പോൾ റാബിറ്റ് എന്തോ ചെയ്തു? മുയൽ എന്തോ ചെയ്തു? പുല്ലുകൾക്ക് മുകളിൽ കൂടെ. ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലല്ലേ. പുല്ലുകൾക്ക് മുകളിൽ കൂടി എന്ത് ചെയ്തു? ചാടി രക്ഷപ്പെട്ടു. The monkey climbed up a big tree. മങ്കി എന്തോ ചെയ്തു? കുരങ്ങൻ എന്ത് ചെയ്തു? ക്ലൈംബ് എന്ന് പറഞ്ഞാൽ എന്താ? വലിഞ്ഞു കയറുക. എവിടേക്ക്? up a big tree, വലിയൊരു മരത്തിലേക്ക് വലിഞ്ഞു കയറി പോയി. A big spaceship landed on the ground. Its door opened. A cute green alien with big eyes jumped out. It went near the eagle. അപ്പോൾ എന്തായാലും സംഭവിക്കുന്നത് നോക്ക്. A big spaceship landed on the ground. ആ ഗ്രൗണ്ടിലേക്ക്, ആ മൈതാനത്തേക്ക് എന്ത് ചെയ്തു? ഒരു വലിയ സ്പേസ് ഷിപ്പ് അല്ലേ, ആകാശത്തിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം എന്ത് ചെയ്തു? അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്തു. ഇറ്റ്സ് ഡോർ ഓപ്പൺഡ്. അതിൻ്റെ വാതിൽ എന്തോ ചെയ്തു? തുറന്നു. എ ക്യൂട്ട് ഗ്രീൻ ഏലിയൻ വിത്ത് ബിഗ് ഐസ് ജംപ്ഡ് ഔട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആര് വന്നു? എ ക്യൂട്ട് ഗ്രീൻ ഏലിയൻ, ഒരു അന്യഗ്രഹ ജീവി, നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല ഭംഗിയുള്ള, ഗ്രീൻ കളറിലുള്ള, പച്ച നിറത്തിലുള്ള ഒരു അന്യഗ്രഹ ജീവി എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയുള്ളവനാണ്? വിത്ത് ബിഗ് ഐസ്. എന്താണ്? വലിയ കണ്ണുകളൊക്കെയുള്ള പച്ച നിറത്തിലുള്ള ഒരു ഏലിയൻ അല്ലേ. ജംപ്ഡ് ഔട്ട്, പുറത്തേക്ക് ചാടി ഇറങ്ങി. ഇറ്റ് വെൻ നിയർ ദ ഈഗിൾ. എന്നിട്ട് അത് എവിടേക്കാണ് പോയത്? നിയർ ദ ഈഗിൾ. നമ്മുടെ ഈഗിളിൻ്റെ അടുത്തേക്ക്, നമ്മുടെ പരുന്തിൻ്റെ അടുത്തേക്ക് അത് പോയി. Then alien had a watch on its wrist. It touched the watch. A blue beam of light fell on the eagle. ഇനി എന്താ സംഭവിച്ചത്? The alien had a watch on its wrist. അതിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? ഒരു വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വാച്ച് കെട്ടുന്ന ഭാഗമാണ് നമ്മുടെ ഒരു കൈപ്പത്തി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗം അല്ലേ. അപ്പോൾ ആ ഭാഗത്ത് എന്തോ ഉണ്ട്? ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഇറ്റ് ടച്ചഡ് ദ വാച്ച്. അതെന്ത് ചെയ്തു? ആ വാച്ചിലൊന്ന് തൊട്ടു. എ ബ്ലൂ ബീം ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ദ ഈഗിൾ. അപ്പോൾ എന്ത് ചെയ്തു? ആ വാച്ചിൽ നിന്ന് ഒരു നീല
നീല വെളിച്ചം എന്ത് ചെയ്തു ആ ഈഗിളിൻ്റെ പുറത്തേക്ക് വന്ന് പതിച്ചു. വാട്ട് എ സർപ്രൈസ്, ദ ഈഗിൾസ് വിങ്സ് ഗോട്ട് ഹീൽഡ്. എന്തൊരു അത്ഭുതം, ദ ഈഗിൾസ് വിങ്സ് ഗോട്ട് ഹീൽഡ്. ആ ഈഗിളിൻ്റെ ചിറകൊക്കെ എന്ത് ചെയ്തു, സുഖപ്പെട്ടു. ന്യൂ ഫെദേഴ്സ് അപ്പിയർഡ് ഓൺ ഇറ്റ്സ് വിങ്സ്. അതിൻ്റെ കരിഞ്ഞുപോയ എന്താണ് ചിറകുകൾക്ക് പകരം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ തൂവലുകൾക്ക് പകരം എന്ത് ചെയ്തു, പുതിയ തൂവലുകളും എന്ത് ചെയ്തു അവിടേക്ക് വന്നു. ഓ വാട്ട് എ മാജിക്, യെസ് ഇറ്റ്സ് അമേസിങ്. അപ്പോൾ നമ്മുടെ കുരങ്ങൻ എന്താ പറയുന്നത്, ഓ വാട്ട് എ മാജിക്, എന്തൊരു മാന്ത്രികത അല്ലേ, എന്തൊരു മായാജാലമാണത്. അവിടെ ചിറക് കരിഞ്ഞു കിടന്ന് ഈഗിളിൻ്റെ ചിറകൊക്കെ എന്ത് ചെയ്തു, ശരിയാക്കി. അതേപോലെ റാബിറ്റും എന്ത് പറയുന്നു, യെസ് ഇറ്റ്സ് അമേസിങ്, ശരിയാണ്, അത്ഭുതകരമായിട്ടുള്ള കാര്യമാണെന്ന് ആരും പറയുന്നു, റാബിറ്റും പറയുന്നു. ഇനി എന്താ സംഭവിച്ചത്, ദ റാബിറ്റ്, ദ ഈഗിൾ ആൻഡ് ദ മങ്കി വെൻ നിയർ ദ സ്പേസ് ഷിപ്പ്. അപ്പോൾ ആരൊക്കെയാണ്, ദ റാബിറ്റ് മുയലും, ദ ഈഗിൾ പരുന്തും, ആൻഡ് ദ മങ്കി പിന്നെ നമ്മുടെ മങ്കിയും കൂടെ എവിടേക്ക് പോയി, വെൻ നിയർ ദ സ്പേസ് ഷിപ്പ്. അവരെന്ത് ചെയ്തു, ആ ബഹിരാകാശ പേടകത്തിൻ്റെ അടുത്തേക്ക് പോയി. ഹായ് ഫ്രണ്ട്സ്, ഐ ആം സോഗ്, ഐ ആം ഫ്രം മാർസ്. അപ്പോൾ എന്താണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഏലിയൻ എന്താ പറയുന്നത്, ഹായ് ഫ്രണ്ട്സ്, ഹലോ കൂട്ടുകാരെ, ഐ ആം സോഗ്, ഞാൻ ആരാണ്, സോഗാണല്ലേ. ഐ ആം ഫ്രം മാർസ്, ഞാൻ എവിടെ നിന്നാ വന്നത്, മാർസിൽ നിന്നാണ്, ചൊവ്വയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇനി നമ്മുടെ മങ്കി എന്താ അപ്പോൾ ചോദിക്കുന്നത്, വൈ ആർ യു ഹിയർ, എന്തുകൊണ്ടാണ് നീ ഇവിടേക്ക് വന്നത്, എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് അറിയണമല്ലേ, നീ മാർസിലാണ് ജീവിക്കുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ എർത്തിലോട്ട് വന്നത്, ഭൂമിയിലോട്ട് വന്നതെന്നാണ് ആര് അന്വേഷിക്കുന്നത്, മങ്കി അന്വേഷിക്കുന്നത്. സോഗ് പ്രസ്ഡ് ഹിസ് വാച്ച്, എ പിക്ചർ പോപ്ഡ് അപ്പ് ഇൻ ദ എയർ. അപ്പോൾ എന്ത് ചെയ്തു, സോഗ് പ്രസ്ഡ് ഹിസ് വാച്ച്, സോഗ് എന്തോ ചെയ്തു തൻ്റെ ആ വാച്ചിലൊന്ന് ഞെക്കി. എ പിക്ചർ പോപ്ഡ് അപ്പ് ഇൻ ദ എയർ, അപ്പോൾ എന്ത് ചെയ്തു ഒരു ചിത്രം ഇങ്ങനെ എയറിൽ അന്തരീക്ഷത്തിൽ തെളിഞ്ഞു വന്നു. ഡു യു നോ ഹിം, സോഗ് ആസ്ക്ഡ്, നിങ്ങൾക്ക് ഇവനെ അറിയാമോ, സോഗ് ചോദിച്ചു. ദിസ് ഈസ് ലക്കി അവർ ഫ്രണ്ട് സെഡ് ദ മങ്കി. അപ്പോൾ ഇത് ആരാണ്, ദിസ് ഈസ് ലക്കി, ഇത് ആരാണ്, ലക്കിയാണ്, ഞങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് ആര് പറഞ്ഞു, മങ്കി പറഞ്ഞു. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ ഹിം, എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇറ്റ്സ് ഫ്രം എ ലിറ്റിൽ സ്റ്റാർ സെഡ് സോഗ്. അപ്പോൾ അത് ആര് തന്നു വിട്ടതാണ്, ഒരു ലിറ്റിൽ സ്റ്റാർ, ഒരു ചെറിയ സ്റ്റാർ എന്ത് ചെയ്തെയാണ് തന്നു വിട്ടയാണെന്ന് ആര് പറഞ്ഞു, നമ്മുടെ സോഗ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഉള്ള സ്റ്റോറിയിൽ നമ്മൾ ലക്കിയും ലൂസിയൊക്കെ പഠിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലിറ്റിൽ സ്റ്റാറിനെ ഭൂമിയിൽ വന്ന് പതിച്ചൊരു ലിറ്റിൽ സ്റ്റാറിനെ നമ്മുടെ ലക്കിയും ലൂസിയും കൂടെ ആകാശത്തേക്ക് തിരിച്ചു വിട്ടില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ ആ ലിറ്റിൽ സ്റ്റാർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ലക്കിക്ക് ഗിഫ്റ്റ് അയച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സോഗ് വന്നേക്കുന്നത്. അപ്പോൾ സോഗ് എന്താ പറയുന്നത്, എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് ലിറ്റിൽ സ്റ്റാർ തന്നെയാണ്, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ സോഗ് പറയുന്നത്. സോഗ് പ്രസ്ഡ് ഹിസ് വാച്ച് അഗെയിൻ, സോഗ് വീണ്ടും തൻ്റെ വാച്ചിൽ പ്രസ് ചെയ്തു, ഞെക്കി. അനദർ പിക്ചർ പോപ്ഡ് അപ്പ്, മറ്റൊരു ചിത്രം വന്നു. ലക്കി ഈസ് ഓൺ ദ റിവർ സൈഡ്, കം ലെറ്റ്സ് ഗോ ദെയർ സെഡ് ദ ഈഗിൾ. അപ്പോൾ ആ ചിത്രത്തിൽ എന്താ ഉള്ളത്, നമ്മുടെ ലക്കി എന്ത് ചെയ്യാണ്, ഒരു പുഴയുടെ അരികിലിരുന്ന് എന്താണ് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈഗിൾ എന്താ പറഞ്ഞത്, ലക്കി ഈസ് ഓൺ ദ റിവർ സൈഡ്, ലക്കി എവിടാണുള്ളത്, പുഴക്കരയിലാണ് ഉള്ളത്. കം ലെറ്റ്സ് ഗോ ദെയർ, വാ നമുക്ക് അവിടേക്ക് പോകാം, സെഡ് ദ ഈഗിൾ, ഈഗിൾ പറഞ്ഞു. ലക്കി വാസ് ഫിഷിംഗ് ഇൻ ദ റിവർ, ലക്കി എന്ത് ചെയ്യുക, ആ റിവറിൽ നിന്ന് മീൻ പിടിക്കുകയായിരുന്നു. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ പിടിക്കുക. ഹായ് ലക്കി, ഐ ആം സോഗ്, ഹായ് ലക്കി, ഞാൻ ആരാണ്, സോഗാണ്. ഫ്രം മാർസ്, ഞാൻ ചൊവ്വയിൽ നിന്ന് വന്നതാണ്. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു, എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. സോഗ് ഹാൻഡഡ് ഓവർ എ ബോക്സ് ടു ലക്കി, സോഗ് എന്ത് ചെയ്തു, നമ്മുടെ ലക്കിക്ക് ഒരു ബോക്സ് കൊടുത്തു. സോഗ് ലുക്ക്ഡ് അറ്റ് ദ റിവർ, എൻ്റെ സോഗ് എന്തോ ചെയ്യാണ്, ആ റിവറിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വാട്ട് ഈസ് ദിസ്, എന്താണിത്. ഇറ്റ്സ് എ റിവർ, കം വി ക്യാൻ പ്ലേ ഇൻ വാട്ടർ. അപ്പോൾ ലക്കി എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ഇറ്റ്സ് എ റിവർ, ഇതൊരു റിവറാണ്, ഇതൊരു നദിയാണ്. കം വി ക്യാൻ പ്ലേ ഇൻ വാട്ടർ, വാ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ കളിക്കാം എന്ന് പറഞ്ഞ് ആരെ വിളിച്ചു, നമ്മുടെ സോഗിനെ വിളിച്ചു. സോഗ് മാർസിൽ നിന്നല്ലേ വരുന്നത്, അവിടെ എന്തൊന്നും ഇല്ല, റിവറൊന്നും ഇല്ലല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് സോഗ് എന്ത് കാണുന്നത്, റിവറൊക്കെ കാണുന്നത്. സോഗ് ഡിപ്പ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ദ വാട്ടർ, സോഗ് എന്ത് ചെയ്തു, ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുക്കുക. ഡിപ്പ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ദ വാട്ടർ, തൻ്റെ ഫീറ്റ്, തൻ്റെ കാൽപാദങ്ങൾ എന്തോ ചെയ്തു, വെള്ളത്തിലേക്കൊന്ന് മുക്കി നോക്കി. വാവ് ഹൗ കൂൾ, അപ്പോൾ എന്താണ്, സോഗിന് അത്ഭുതമായി, എത്ര കൂളാണല്ലേ, എത്ര തണുപ്പാണിതിന്. ഓൾ ഓഫ് ദം പ്ലേഡ് ഇൻ ദ റിവർ ഫോർ എ ലോങ് ടൈം, അവരെല്ലാവരും എന്ത് ചെയ്തു, ആ റിവറിൽ ഒരുപാട് നേരം എന്ത് ചെയ്തു, കളിച്ചു. ഓ നോ മൈ വാച്ച് ഈസ് ലോസ്റ്റ്, അപ്പം അയ്യോ എൻ്റെ വാച്ച് എന്തോ ചെയ്തു, ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നഷ്ടപ്പെട്ടു പോയി. ഐ കാൺ ഫ്ലൈ ദ സ്പേസ് ഷിപ്പ് വിത്തൗട്ട് ഇറ്റ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ആ പറക്കും തളിക, എൻ്റെ ആ ബഹിരാകാശ പേടകം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ വാച്ച് ഇല്ലാതെ എനിക്ക് പറപ്പിക്കാൻ പറ്റത്തില്ല, അത് പറപ്പിച്ചാലല്ലേ നമ്മുടെ മാർസിന് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഡോണ്ട് വെറി സോഗ്, ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ്. അപ്പോൾ ലക്കി എന്താ പറയുന്നത്, നീ വിഷമിക്കേണ്ട സോഗ്, നമുക്ക് എന്ത് ചെയ്യാം,
ചെയ്യാം, അത് കണ്ടെത്താം. ലക്കി ഡൈവ്ഡ് ഇൻ ടു ദ വാട്ടർ. ലക്കി എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ദ മങ്കി ആൻഡ് ദ റാബിറ്റ് സെർച്ച്ഡ് ഇറ്റ് ഓൺ ദ റിവർ സൈഡ്. മങ്കി റാബിറ്റും കൂടെ എന്തോ ചെയ്തു? ഇനി നദിയുടെ കരയിൽ എങ്ങാണോ ആണോ ഈ വാച്ച് വീണ് പോയതെന്ന് എന്ത് ചെയ്തു? അവിടെയെല്ലാം അന്വേഷിച്ചു. അപ്പം നമ്മുടെ മാർസ് ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുമായതുകൊണ്ട് മാർസിന് അറിയത്തില്ലായിരുന്നു വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വാച്ചൊക്കെ ഊരി വയ്ക്കണം എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് വാച്ച് വിട്ടുകൊണ്ട് എന്ത് ചെയ്തു? മാർസ് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വാച്ച് എന്ത് ചെയ്തു? കളഞ്ഞു പോയല്ലേ. അപ്പം നിങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാച്ചും സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? എപ്പോഴും പുഴക്കരയിൽ വെച്ചിട്ട് മാത്രമേ വെള്ളത്തിലേക്ക് ഇറങ്ങാവൂ കേട്ടോ. പിന്നെ അടുത്ത ചിത്രത്തിൽ എന്താണ്? നമ്മുടെ ലക്കി എന്താണ്? വാച്ചൊക്കെ കണ്ടുപിടിച്ചോണ്ട് വാച്ചൊക്കെ ഉയർത്തി പിടിച്ചോണ്ട് നിൽപ്പുണ്ടല്ലേ. ഹിയർ ഈസ് യുവർ വാച്ച്. ഇതാ നിന്റെ വാച്ച്. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പം എന്താണ് നമ്മുടെ സോഗ് പറയുന്നത്? നന്ദി കൂട്ടുകാരെ എന്ന് നന്ദി പറയുകയാണല്ലേ. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് തന്നാൽ നമ്മളും എന്തോ പറയണം? താങ്ക് യു പറയണം അല്ലേ, നന്ദി പറയണം അല്ലേ. സോഗ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് നിയർ ദ സ്പേസ് ഷിപ്പ്. അപ്പം നമ്മുടെ സോഗും കൂട്ടുകാരും എവിടെ എത്തി? ആ സ്പേസ് ഷിപ്പിൻ്റെ അടുത്ത് എത്തി. സോഗ് ടച്ച്ഡ് ഹിസ് വാച്ച്. സോഗ് എന്ത് ചെയ്തു? തൻ്റെ വാച്ചിൽ തൊട്ടു. ദ ഡോർ ഓപ്പൺഡ്. വാതിൽ തുറന്നു. ബൈ ഫ്രണ്ട്സ്. അപ്പം സോഗ് പറഞ്ഞ എന്താണ്? ബൈ ഫ്രണ്ട്സ്, ഞാൻ പോകാനല്ലേ, ബൈ പറയാണ്. സോഗ് ഗോട്ട് ഇൻ ടു ദ സ്പേസ് ഷിപ്പ്. അപ്പോൾ സോഗ് എവിടേക്ക് കയറി? സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. സൂം. ദ സ്പേസ് ഷിപ്പ് സോർഡ് അപ്പ് ഇൻ ടു ദ സ്കൈ. അപ്പോൾ സൂം എന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ട് ആ സ്പേസ് ഷിപ്പ് എന്തോ ചെയ്തു? മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ താഴെ നമ്മുടെ സോഗിന്റെ കൂട്ടുകാർ നമ്മുടെ ലക്കിയും റാബിറ്റും മങ്കിയും ഈഗിളും ഒക്കെ എന്തോ പറയുന്നേ? ബൈ ബൈ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി നോക്കിയേ. ഇവിടെ ശരിയായിട്ടുള്ളത് മാർക്ക് ടിക്ക് ഫോർ ട്രൂ സെൻറ്റൻസ് ആൻഡ് ഇൻറ്റു ഫോർ ഫാൾസ് സെൻറ്റൻസ് അല്ലേ. അതായത് നമുക്ക് ശരിയായിട്ടുള്ളതിൻ്റെ നേരെ ടിക്കും തെറ്റായിട്ടുള്ളതിൻ്റെ നേരെ ക്രോസ് വിടണം അല്ലെങ്കിൽ ഇൻറ്റു വിടണം അല്ലേ. അപ്പോൾ നോക്കൂ, സോഗ് ഗോട്ട് ഹിസ് വാച്ച് ഫ്രം ദ റിവർ. സോഗിന് തൻ്റെ വാച്ച് റിവറിൽ നിന്ന് കിട്ടി. ശരിയാണോ? അല്ല, തെറ്റാണ്. ലക്കിക്കാണ് എന്ത് കിട്ടിയത്? വാച്ച് കിട്ടിയത് അല്ലേ. അടുത്ത എന്താണ്? ആൻ ഏലിയൻ ഫെൽ ഡൗൺ ഫ്രം ദ സ്കൈ. ഒരു ഏലിയൻ എന്ത് ചെയ്തു? ആകാശത്ത് നിന്ന് താഴെ വന്ന് വീണു. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. ഈഗിളാണ് ആകാശത്ത് നിന്ന് താഴോട്ട് വന്ന് വീണത്. ഇനി ഏലിയൻ വന്നെങ്കിലും അത് എന്തിലാണ് വന്നത്? സ്പേസ് ഷിപ്പിലാണ് വന്നത് അല്ലേ. ദ മങ്കി ആൻഡ് ദ റാബിറ്റ് ഹേർഡ് എ ലൗഡ് നോയ്സ്. മങ്കി റാബിറ്റ് ഒരു വലിയ ശബ്ദം കേട്ടു. ശരിയാണ് അല്ലേ. സോഗ് ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ ദ മങ്കി. സോഗ് എന്താണ്? മങ്കിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. ആണോ? അല്ല, തെറ്റാണ്. ലക്കിക്കാണ് ആരും ഗിഫ്റ്റ് കൊണ്ടുവന്നത്? സോഗ് ഗിഫ്റ്റ് കൊണ്ടുവന്നത്. സോഗ് വാണ്ടഡ് ടു സീ ലക്കി. സോഗിന് ലക്കിയെ കാണണമായിരുന്നു. അത് ശരിയാണല്ലേ. സോഗ് ഹീൽഡ് ദ ഈഗിൾസ് വുണ്ട്. സോഗ് എന്ത് ചെയ്തു? ഈഗിളിന്റെ മുറിവ് സുഖപ്പെടുത്തി. അതെന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാരി ആക്ടിവിറ്റി ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഉള്ള ലക്കിയുടെയും ലൂസിയുടെയും സ്റ്റോറി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള 3rd യൂണിറ്റും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതൊക്കെ കണ്ടു നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു കൂട്ടുകാരെ.